എറണാകുളം ടൗണിലൊരു സ്ഥലം നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു 12 ലക്ഷം രൂപ പറഞ്ഞു തന്നെയായിരിക്കാം. കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ സ്ഥലം കിട്ടുമായിരിക്കും. അവിടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് കണ്ടീഷനാണ്. എറണാകുളം ടൗണിലൊരു സ്ഥലം നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു 12 ലക്ഷം രൂപ പറഞ്ഞു തന്നെയായിരിക്കാം. വിലക്കൊന്നും കിട്ടില്ല, എന്നാലും ഒരു 12 ലക്ഷം രൂപ പറഞ്ഞു. കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മാറിയിട്ടോ അല്ലെങ്കിൽ 3 കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ സ്ഥലം കിട്ടുമായിരിക്കും. അവിടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ആ സോയിലിൻ്റെ കണ്ടീഷനാണ്. അവിടെ നമ്മൾ ആ സോയിൽ കണ്ടീഷൻ അനലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷനിൽ കോസ്റ്റ് ഈ പ്ലോട്ട് മേടിച്ചതിനെക്കാട്ടും കൂടുതൽ നമുക്ക് അവിടെ സ്പെൻഡ് ആവും. ഫൈലിംഗ് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ? അപ്പോൾ അതാണ് ഇനീഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ചിലവർക്ക് സ്ഥലം ഇനിയിപ്പോൾ സ്ഥലത്തിന്റെ കാര്യങ്ങൾ പിന്നെ അതിന് കൺസൾട്ടൻസ് ഒരുപാട് സോയിൽ ടെസ്റ്റിംഗ് കമ്പനികളുണ്ട്. അതിന്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 3 ഹോളൊക്കെയാണ് ചെയ്യുക. 3 ഡയറക്ഷനിലായിട്ട് 3 സ്ഥലത്ത് ഹോൾ ചെയ്യും. അപ്പോൾ തന്നെ ആ ഒരു പ്ലോട്ടിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ചെയ്താൽ മതി. വീടിൻ്റെ ഫ്ലോർ പ്ലാൻ നമ്മൾ ഇത്ര ഏരിയയിലാണ് വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ബേസിക് ഫ്ലോർ പ്ലാൻ കൺഫേം ആയിട്ട് നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യുക. ഫ്ലോർ പ്ലാൻ 3D ഫ്ലോർ പ്ലാൻ കൺഫേം ആയതിനു ശേഷമാണ് സോയിൽ ടെസ്റ്റിലേക്ക് പോവുക. പക്ഷേ നമ്മൾക്ക് ഈ സോയിൽ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് സ്ഥലം എടുക്കാൻ ചെല്ലുമ്പോൾ അടുത്തുള്ള വീടുകളൊക്കെ ഒരു പരിധി വരെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കുക.